ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും കൂടിയിട്ട് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അതായത് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഈ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിതിൽ വെറും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, ഷോർട്ട് ആൻസർ ഉണ്ട്, അതുപോലെ 2 മാർക്സിൻ്റെതുണ്ട്. അങ്ങനെ ഒരു വേരിയസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയ ഒരു വീഡിയോ ആണ്. ദിസ് വിൽ ബി വെരി യൂസ്ഫുൾ ടു യു. നിങ്ങൾക്ക് നല്ലോണം ഉപയോഗിക്കാൻ പറ്റും. എക്സാമിന് വളരെയധികം നിങ്ങളിത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫ്രം ദ ബിഗിനിങ് ടു ദ ലാസ്റ്റ് ശ്രദ്ധയോടെ കണ്ട് നോട്ട്ബുക്കിലേക്കൊക്കെ എഴുതിയെടുത്താൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. അപ്പോൾ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം തന്നെ മാച്ച് ദ ഫോളോയിങ് ആണ്. സോഷ്യോളജിയിലെ മാച്ച് ദ ഫോളോയിങ്ങിന് 3 സെക്ഷൻസ് ഉണ്ട്. മറ്റ് സബ്ജക്റ്റിലൊക്കെ 2 സെക്ഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സോഷ്യോളജി സ്റ്റുഡൻസ് കുറച്ചുകൂടി ടഫാണ് നിങ്ങൾക്ക് പഠിക്കാൻ. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ റെഡിയാക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ സെക്ഷൻ, ഫസ്റ്റ് വൺ, സി റൈറ്റ് മിൽ. അതിന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സാമൂഹികവൽക്കരണം അഥവാ സോഷ്യലൈസേഷനാണ്. സോഷ്യൽ ഫാക്ടർ, സാമൂഹിക ഘടകങ്ങൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയത് കോമൺ സെൻസ് മാപ്പ് അഥവാ സാമാന്യ ഭൂപടം. പൊളിറ്റിക്കൽ ഇക്കണോമിക്സ് അഥവാ രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. റിലീജിയസ് ബൗണ്ടറീസ്, മതപരമായ അതിർത്തികൾ. തേർഡ് വൺ പോസിറ്റീവ് ചെക്സ് അഥവാ സ്വാഭാവിക നിയന്ത്രണങ്ങൾ. സൂയിസൈഡ്, ആത്മഹത്യ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പനം. ഫോർത്ത് വൺ സോഷ്യൽ മാപ്പ് അഥവാ സാമൂഹിക ഭൂപടം. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് മാൽത്തൂസ്. ഫിഫ്ത്ത് വൺ ഇമെയിൽ ഡർക്കെയിം, സാമൂഹിക സ്ഥാനം അഥവാ സോഷ്യൽ ലൊക്കേഷൻ. പാർഷ്യൽ, ദാറ്റ് മീൻസ് ഭാഗികം. അപ്പോൾ നിങ്ങളിതൊന്ന് ജസ്റ്റ് നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. വളരെ ഈസിയാണ്, നല്ലോണം ചിന്തിക്കാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ ആൻസർ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സി റൈറ്റ് മിൽ മാച്ച് ചെയ്യുന്നത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് അഥവാ അമേരിക്കൻ സാമൂഹിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വർക്കാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഇതിലെന്തായിരുന്നു? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള പ്രശസ്തമായ വർക്കിലാണ് ഹി കണക്റ്റഡ് ഇൻഡിവിജ്വൽ ഇഷ്യൂസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. അതായത് വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരു സാമൂഹിക ശാസ്ത്രജ്ഞനാണ് സി റൈറ്റ് മിൽ. സെക്കൻഡ് വൺ കോമൺ സെൻസ് മാപ്പ് അഥവാ സാമാന്യ ഭൂപടം. കോമൺ സെൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭൂപടമാണ് കോമൺ സെൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഈ കോമൺ സെൻസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടുന്നത് ഏത് പ്രോസസ്സിലൂടെയാണ്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അവിടെ കറക്റ്റായ മാച്ച് വരുന്നത് സോഷ്യലൈസേഷൻ. ദെൻ പാർഷ്യൽ, അതായത് എപ്പോഴും നമ്മുടെ കോമൺ സെൻസ് മാപ്പ് എന്ന് പറയുന്നത് ഭാഗികമാണ്, പാർഷ്യലാണ്. അതൊരു സോഷ്യോളജിക്കൽ മാപ്പിനെ പോലെ ഭയങ്കര സയൻറ്റിഫിക് അല്ല. അത് നമുക്ക് സയൻറ്റിഫിക് അല്ലാത്തത് കൊണ്ട് തന്നെ അതെന്താണ്? പാർഷ്യലാണ്. എന്നാൽ സോഷ്യോളജിക്കൽ മാപ്പ് എന്താണ്? ഇംപാർഷ്യലാണ്. സോ കറക്റ്റ് മാച്ച് ചെയ്യുന്നത് പാർഷ്യൽ. കോമൺ സെൻസ് മാപ്പ് ഈസ് പാർഷ്യൽ. തേർഡ് വൺ ഈസ് പോസിറ്റീവ് ചെക്സ് അഥവാ സ്വാഭാവിക നിയന്ത്രണങ്ങൾ. ഇത് മാൽത്തൂസിയൻ തിയറിയിലുള്ള നിവാരണ മാർഗങ്ങളിലുള്ളതാണ്. അതുകൊണ്ട് പോസിറ്റീവ് ചെക്സ് മാച്ച് ചെയ്യുന്നത് മാൽത്തൂസുമായിട്ടാണ്. മാൽത്തൂസ് ആരായിരുന്നു? ഹി വാസ് എ പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് തിയറിയാണ് ഏത്? പോപ്പുലേഷൻ തിയറി എന്ന് പറയുന്ന തിയറി. ദെൻ ഫോർത്ത് വൺ സോഷ്യൽ മാപ്പ്, സാമൂഹ്യ ഭൂപടം. എന്താണ് സാമൂഹിക ഭൂപടം? ഓരോ വ്യക്തിയുടെയും സമൂഹത്തിലെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭൂപടമാണ് സാമൂഹിക ഭൂപടം അഥവാ സാമൂഹിക ചിത്രണം എന്ന് പറയും. അപ്പോൾ അത് കറക്റ്റ് മാച്ച് ചെയ്യുന്നത് സോഷ്യൽ ലൊക്കേഷൻ അഥവാ സാമൂഹിക സ്ഥാനമാണ്. ദെൻ മാച്ച് ചെയ്യുന്നത് റിലീജിയസ് ബൗണ്ടറി. ഒരു വ്യക്തിയുടെ റിലീജിയസ് ബൗണ്ടറീസ്, മതപരമായ അതിർത്തികൾ കണ്ടെത്താൻ, ജാതി, മതം, നമ്മുടെ ഭാഷ എല്ലാം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഭൂപടമാണ് സോഷ്യൽ മാപ്പ് എന്ന് പറയുന്നത്.
ദെൻ ഫിഫ്ത്ത് വൺ ഈസ് സിമൈൽ ഡർക്കെയിം. അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ ഒരു വർക്കാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആത്മഹത്യയുടെ മെയിൻ ഫാക്ടർ, ആത്മഹത്യ വ്യക്തികളിൽ കൂടാനുള്ള കാരണം സാമൂഹികമായ ഘടകങ്ങൾ കൊണ്ടാണ്, അല്ലാതെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ല എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു സോഷ്യോളജിസ്റ്റാണ് ഇമെയിൽ ഡർക്കെയിം. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. കൊളോണിയലിസം അതിൻ്റെ ശത്രുവിനെ സൃഷ്ടിച്ചു. ആരാണ് ശത്രു? കൊളോണിയലിസം ഹാസ് ക്രിയേറ്റഡ് ഇറ്റ്സ് ഓൺ എനിമി. ഹൂ ഈസ് ദാറ്റ് എനിമി? വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. എൻ്റെ ആൻസർ എന്താണ്? വളരെ എളുപ്പമാണ്. 1ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആരാണ് കൊളോണിയലിസത്തിൻ്റെ ശത്രു? നാഷണലിസം അഥവാ ദേശീയത. ബ്രിട്ടീഷ് ഭരണമാണ് നമ്മൾ കൊളോണിയലിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ബ്രിട്ടീഷുകാരുടെ എനിമിയായിട്ട് വന്നത് ഏതാണ്? ഇന്ത്യക്കാരിലുണ്ടായ ഒരു ദേശീയ വികാരമാണ്. ആ ദേശീയതയാണ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷനെ തുരത്തി ഓടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. സോ ദ ആൻസർ ഈസ് നാഷണലിസം അഥവാ ദേശീയത. ക്വസ്റ്റ്യൻ നമ്പർ 3. ജനസംഖ്യയുടെ മാൽത്തൂസിയൻ സിദ്ധാന്തപ്രകാരം പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും ഡാഷ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. എ. സ്വാഭാവിക നിയന്ത്രണങ്ങൾ, ബി. നിവാരണ മാർഗങ്ങൾ, സി. നിയന്ത്രണ നടപടികൾ, ഡി. ഇവയൊന്നുമല്ല. മാൽത്തൂസിയൻ സിദ്ധാന്തത്തിൽ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും? അതുണ്ടായാലും പോപ്പുലേഷൻ കുറയുമെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അതെന്തായിരിക്കും? ആൻസർ നോക്കാം. According to Malthusian theory of population, natural calamities and the diseases are known as dash. Positive checks, preventive checks, controlling measures, none of these. Answer is പോസിറ്റീവ് ചെക്സ് അഥവാ സ്വാഭാവിക നിയന്ത്രണങ്ങൾ. എന്താണ് സ്വാഭാവിക നിയന്ത്രണങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സൊസൈറ്റിയിൽ പോപ്പുലേഷൻ എക്സസ് ആയാൽ, അധികമായിട്ടുണ്ടെങ്കിൽ പ്രകൃതി തന്നെ അധികമായ പോപ്പുലേഷനെ എന്ത് ചെയ്യും? നിയന്ത്രിക്കും. അത് ഏത് രൂപത്തിലായിരിക്കും? ചിലപ്പോൾ സുനാമിയോ ഭൂകമ്പമോ ക്ഷാമമോ വരൾച്ചയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന COVID-19 പോലുള്ള പാൻഡമിക് മഹാമാരികൾ തന്നിട്ടോ ആയിരിക്കും. അപ്പോൾ അത്തരം മാർഗങ്ങളെയാണ് പ്രകൃതി തന്നെ സ്വാഭാവികമായി നാച്ചുറലായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് ചെക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇന്ത്യയിൽ ശിശുലിംഗാനുപാതം കുറയുന്നതിന് കാരണമാകാത്ത ഘടകങ്ങൾ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ പെൺ ശിശുഹത്യ, ബി ശൈശവാവസ്ഥയിൽ അഥവാ കുഞ്ഞായിരിക്കുമ്പോൾ പെൺകുഞ്ഞുങ്ങളോടുള്ള കടുത്ത അവഗണന, സി പെൺ ഭ്രൂണഹത്യ, ഡി ആൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പെൺകുഞ്ഞുങ്ങളെക്കാൾ ആരോഗ്യമുള്ളവരാണ്. Which among the following is not a factor responsible for the decline in the child-sex ratio in India? Options: A. Female infanticide, B. Severe neglect of girl babies in infancy, C. Selective abortions of the female fetus, D. Boy babies are more healthier than girl babies at the time of birth. So the answer is last one, D. Boy babies are more healthier than girl babies at the time of birth. All others are the reason for the decline of child sex ratio. അതായത് ആൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പെൺകുഞ്ഞുങ്ങളെക്കാൾ ആരോഗ്യമുള്ളവരാണ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5. സമൂഹത്തെക്കുറിച്ചുള്ള പക്ഷപാതപരവും അപൂർണവുമായ അറിവ് മറികടക്കാൻ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നാം സ്വയം നോക്കണം. ഇതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഇൻ ഇംഗ്ലീഷ്, ടു ഓവർകം ബയാസ്ഡ് ആൻഡ് ഇൻകംപ്ലീറ്റ് നോളജ് അബൌട്ട് ദ സൊസൈറ്റി വി ഹാവ് ടു ലുക്ക് അവർ സെൽഫ്സ് ത്രൂ ദ ഐസ് ഓഫ് അതേഴ്സ്. ദിസ് ഈസ് കോൾഡ് സെൽഫ് റിഫ്ലക്റ്റിവിറ്റി അഥവാ സ്വയം പ്രതിഫലനം.
സമൂഹശാസ്ത്രത്തിൻ്റെ സബ്ജക്റ്റിവിറ്റിയെ മറികടക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവായ ഒരു കോൺസെപ്റ്റാണ് സ്വയം പ്രതിഫലനം എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ്. ഇറ്റ് കംസ് അണ്ടർ ദ ഫസ്റ്റ് ചാപ്റ്റർ. ഒന്നാമത്തെ ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം. പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഓർ ജനസംഖ്യയുടെ ലാഭവിഹിതം എന്നാൽ എന്ത്? പലപ്പോഴും പബ്ലിക് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ ചോദ്യം കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു എസ്സേക്കാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ 5 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും നിങ്ങൾ തെറ്റിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അതായത് എന്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനസംഖ്യയുടെ പ്രായഘടനയിൽ മാറ്റം വരിക. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മൾ ഡിപ്പെൻഡൻസി റേഷ്യോ പഠിച്ചു അല്ലേ, ആശ്രിതാനുപാതം. അതായത് കുട്ടികളാണ് 0 to 14 years, അതായത് ജനിച്ചത് തൊട്ടിട്ട് ഏകദേശം 10-14 വയസ്സ് വരെ അവരെന്താണ്, ശൈശവാവസ്ഥയിലാണ്, അല്ലെങ്കിൽ അവർ കുട്ടികളാണ്. അവർക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ പാരൻസിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വാർദ്ധക്യം ബാധിക്കുമ്പോൾ ആഫ്റ്റർ 64 years ആകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ, ജോലിക്ക് പോകാനൊന്നും കഴിയില്ല. അപ്പോൾ മക്കളെ ആശ്രയിച്ച് കഴിയണം. അപ്പോൾ ഈ ഫസ്റ്റ് ഉള്ള ഒരു സെക്ഷനും കുട്ടികളും, അതുപോലെ തന്നെ ലാസ്റ്റിലേക്ക് വരുന്ന വയസ്സന്മാരും നമ്മുടെ പോപ്പുലേഷനിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മിഡിലുള്ള വർക്കിംഗ് ഏജിലുള്ള ആളുകളുടെ എണ്ണം കൂടുന്ന ഒരവസ്ഥ വരും. അങ്ങനെയാകുമ്പോൾ തൊഴിലെടുക്കുന്ന ജനസംഖ്യ, ലേബർ ഫോഴ്സ്, തൊഴിലെടുക്കുന്ന ജനസംഖ്യ പോപ്പുലേഷനിൽ ക്രമാതീതമായി വർദ്ധിക്കുകയും അത് രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യും. അതൊരു ഓഹരിയായിട്ട്, അതൊരു അവരുടെ എല്ലാ ഇക്കണോമിയും ആർക്കും ചിലവഴിക്കാനില്ലാതെ അതിങ്ങനെ ഒരു ഡിവിഡൻ്റായിട്ട് നമ്മുടെ ഇക്കണോമിയിൽ കിടക്കും. അത് അൾട്ടിമേറ്റ്ലി രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന്, വികസനത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്, അഥവാ ജനസംഖ്യയുടെ ലാഭവിഹിതം എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പ്രായഘടനയിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ജനസംഖ്യയുടെ ആശ്രിതരുടെ അനുപാതം കുറയുകയും തൊഴിലെടുക്കുന്ന ജനങ്ങളുടെ അനുപാതം കൂടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം ഉണ്ടാവുകയും അത് പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യും എന്നുള്ള കോൺസെപ്റ്റാണ് ജനസംഖ്യയുടെ ലാഭവിഹിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Demographic dividend as defined by the United Nations Population Fund means the economic growth potential that can result from shift in a population's age structure, mainly when the share of the working age population, that means 15 to 64 years, is larger than the non-working age share of the population. Question number 7. How did demographic dividend influence a country? ജനസംഖ്യാ ലാഭവിഹിതം ഒരു രാജ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഈ ക്വസ്റ്റ്യൻ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിനോട് കൂടി തന്നെ എസ്സേക്ക് സബ്ബായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എന്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോപ്പുലേഷനിൽ എന്ത് കൂടും? വർക്കിംഗ് പോപ്പുലേഷൻ, അതായത് തൊഴിലെടുക്കുന്ന ജനസംഖ്യ കൂടും. സ്വാഭാവികമായിട്ടും അത് സമ്പദ് വ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തും. എല്ലാവരും ജോലിക്ക് പോകും, എല്ലാവരും വർക്കേഴ്സാണ്, അവർ അധ്വാനിച്ചു കൊണ്ടുവരും. ആ അധ്വാനിച്ചു കൊണ്ടുവന്ന് അത് രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കും. അപ്പോൾ അതാണ് ഒരു മെച്ചം എന്ന് പറയുന്നത്. രാജ്യത്തിന് അത് വികസനത്തിലേക്ക് കൊണ്ടുപോകും. അതോടൊപ്പം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീ തൊഴിലാളികളുടെ വർധനവ്. അതായത് സ്ത്രീകൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉള്ള ഒരു രാജ്യത്ത് എന്ന് പറയുമ്പോൾ അധികവും സ്ത്രീകൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അവരും ലേബർ ഫോഴ്സിലേക്ക് എത്തും. അതായത് അവർ ജോലി എടുക്കാൻ തുടങ്ങും. അപ്പോൾ അവരും എന്തുവരും, അവരുടെ വക ഒരു ഇൻകവും രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കിടക്കും. ദെൻ മൊത്തത്തിലുള്ള തൊഴിൽ ശക്തിയിൽ അങ്ങനെ വർധനവുണ്ടാകും. അതായത് മെയിലും വരും, ഫീമെയിലും വരും. അങ്ങനെ ടോട്ടൽ ലേബർ ഫോഴ്സിൽ, അതായത് മൊത്തമായിട്ടുള്ളൊരു തൊഴിൽ ശക്തിയിൽ ഇൻക്രീസ് ഉണ്ടാകും, വർധനവ് ഉണ്ടാകും.
ഈ തൊഴിൽ അന്വേഷിക്കുന്ന ജനസംഖ്യ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ രാജ്യത്ത് നല്ലോണം വ്യാവസായികവൽക്കരണവും അതുപോലെ നഗരവൽക്കരണവും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഒരുപാട് ലേബർ ഫോഴ്സ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നഗരങ്ങളിലേക്കും മറ്റും മൂവ് ചെയ്യും ജോലി അന്വേഷിച്ചുകൊണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഒരു സ്ഥലത്ത് തടിച്ചു കൂടുമ്പം ആ പ്രദേശം എന്തായി മാറും? നഗരപ്രദേശമായി മാറും. അപ്പോൾ അവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷനും വലിയ വലിയ ഫാക്ടറിയും മെഷീൻസും ഒക്കെ വന്നിട്ട് അവിടെ എന്തും സംഭവിക്കും? വ്യാവസായികവൽക്കരണവും സംഭവിക്കും. അങ്ങനെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ലാഭവിഹിതം രാജ്യത്തിനൊരു സമ്പത്തായിട്ട് മാറും. സത്യത്തിൽ ഇത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യങ് പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ്. ഏറ്റവും കൂടുതൽ യുവത്വമുള്ള തൊഴിലെടുക്കുന്ന ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്ത്യക്ക് സത്യത്തിൽ ഈ ഒരു വർക്കിംഗ് പോപ്പുലേഷനെ നല്ല പോലെ ട്രെയിനിങ് കൊടുത്താൽ, അതായത് കുറേ പോപ്പുലേഷൻ തൊഴിലെടുക്കുന്ന കുറേ ആളുകൾ പിന്നെ ഒരു എഡ്യൂക്കേഷനും ഒന്നുമില്ലാതെ നിലനിന്നിട്ട് കാര്യമില്ല. അവർക്ക് എന്ത് കൊടുക്കണം? നല്ല എഡ്യൂക്കേഷനും നല്ല ട്രെയിനിങ്ങും ഹയർ എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അവരെ നമുക്ക് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നല്ലോണം രാജ്യം ഇവർക്ക് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കൊടുത്താൽ മാത്രമേ ഈ വർക്കിംഗ് പോപ്പുലേഷനെ കൊണ്ട് നമുക്ക് എന്തുണ്ടാവുള്ളൂ? യൂസ്ഫുള്ളായിട്ട് അവരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. So let's come to the English version. Demographic dividend definitely increase in economic growth because it is the increase in labor force and in turn it improve the economic productivity of the country. And the increasing number of women entering into the workforce will add the total overall workforce. It also leads to the fast-paced industrialization and urbanization. In order to maintain our economic development, India, we must follow some policy support and reforms. We must taken to make full utilization of India's demographic dividend. Otherwise, our working force will be loosened. ദാറ്റ് മീൻസ് നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് ആ ഇക്കണോമിക് പൊട്ടൻഷ്യൽ കിട്ടണമെങ്കിൽ വി മസ്റ്റ് ട്രെയിൻ ദ വർക്കിംഗ് ഫോഴ്സ്. വി മസ്റ്റ് ഗിവ് പ്രോപ്പർ എഡ്യൂക്കേഷൻ, പ്രോപ്പർ ട്രെയിനിങ് ടു ദ വർക്കിംഗ് ഫോഴ്സ്. അതർവൈസ് ദെയർ എനർജി വിൽ ബി ലോസ്റ്റ്. If the working force get better education and training, the country can lead its progress. Question number 8. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ ലിംഗാനുപാതം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി കേരള, ഓപ്ഷൻ ഡി ഹരിയാന. In English, in which state has reported the highest female sex ratio in India? Options പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കേരള ആൻഡ് ഹരിയാന. നമ്മൾ ആൻസർ നോക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉള്ളത്, 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് ലിംഗാനുപാതം എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഏക സംസ്ഥാനമാണ് കേരളം, അതായത് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത്. കാരണം കേരളത്തിൻ്റെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരികമായ പ്രത്യേകതകളെല്ലാം സ്ത്രീകളെ നല്ലോണം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉള്ളത്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സ്ത്രീകളുടെ ലിംഗാനുപാതമുള്ള സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്, എന്നാൽ ഏറ്റവും കുറഞ്ഞ സ്ത്രീ ലിംഗാനുപാതമുള്ളത് അല്ലെങ്കിൽ ലിംഗാനുപാതമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ശിശുമരണ നിരക്ക് എന്നാൽ എന്ത്? ഓപ്ഷൻ എ 1000 ജീവനോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ 1 വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം. ബി 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണം. സി 6 മാസത്തിന് മുമ്പ് ഉണ്ടാകുന്ന കുട്ടികളുടെ മരണം. ഡി
3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മരണം. What does infant mortality means? Option A, the number of death per 1000 live births of children under 1 years of age. B, death of children under the age of 5 years. C, death of children before the age of 6 months. D, death of children under the age of 3 years. The right answer is the number of death per 1000 live birth of children under 1 years of age. അതായത് 1000 കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുമ്പോൾ 1 വയസ്സ് എത്തുന്നതിന് മുന്നേ എത്ര കുട്ടികൾ മരിക്കുന്നു എന്നുള്ളതാണ് ശിശു മരണനിരക്ക് അഥവാ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. 1000 കുഞ്ഞുങ്ങൾ ജീവനോട് ജനിക്കുമ്പോൾ അതിൽ 1 വയസ്സ് തികയുന്നതിന് മുമ്പ് മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ശിശുലിംഗാനുപാതം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പ്രായഘടന ഏതാണ്? ഓപ്ഷൻസ് 1 മുതൽ 6 വയസ്സ് വരെ, 0 തൊട്ട് 5 വയസ്സ് വരെ, സി 0 തൊട്ട് 6 വയസ്സ് വരെ, ഡി 0 തൊട്ട് 6 months അതായത് 6 മാസം വരെ. In English, which age group is included to calculate the child-6 ratio? Options A, 1 to 6 years, B, 0 to 5 years, C, 0 to 6 years, D, 0 to 6 months. The right answer is 0 to 6 years. എന്താണ് ശിശുലിംഗാനുപാതം? ശിശുലിംഗാനുപാതം എന്ന് പറയുന്നത് മൊത്തം ജനസംഖ്യയിൽ ഓരോ 6 വയസ്സായ പുരുഷന്മാർക്കും എത്ര 6 വയസ്സായ പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ള കണക്കിനെയാണ് ശിശുലിംഗാനുപാതം എന്ന് പറയുന്നത്. ഈ ശിശുലിംഗാനുപാതം 2011 സെൻസസ് അനുസരിച്ച് 919 ഇന്ത്യയുടെ ശിശുലിംഗാനുപാതം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് യഥാക്രമം ഏറ്റവും കുറഞ്ഞതും ഉയർന്നതുമായ ശിശുമരണനിരക്ക്? അതായത് ഇന്ത്യയിൽ ശിശുമരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ്, അതോടൊപ്പം ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ കേരള, ബീഹാർ. ഓപ്ഷൻ ബി ഒഡീഷ ആൻഡ് ജാർഖണ്ഡ്. ഓപ്ഷൻ സി ഗോവ, മധ്യപ്രദേശ്. ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. Which states of India have the lowest and highest infant mortality rate respectively? Options Kerala, Bihar, B, Odisha, Jharkhand, C, Goa, Madhya Pradesh, D, Maharashtra, Uttar Pradesh. Answer is Goa and Madhya Pradesh. ഇന്ത്യയിൽ ശിശുമരണനിരക്ക് ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത്. ഇവിടെ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് വെറും 8 കുട്ടികളാണ് മരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ ശിശുമരണനിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അവിടെ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് 47 കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത്. അപ്പോൾ ദ ഹയസ്റ്റ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഫൗണ്ട് എമംഗ് മധ്യപ്രദേശ് where the least Indian state in infant mortality is Goa. Question number 12. നഗരവൽക്കരണം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ആസാം, ബി ബീഹാർ, സി ഹിമാചൽ പ്രദേശ്, ഡി ഒറീസ. Which is the least urbanized state of India? A. Assam, B. Bihar, C. Himachal Pradesh, D. Orissa. The right answer is ഹിമാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ നഗരവൽക്കരണം കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്.
ഹിമാചൽ പ്രദേശ് അധികവും കുന്നുകളും കാടുകളും ഒക്കെയാണ്. അവിടേക്ക് നഗരവൽക്കരണം വളരെ സാവധാനമാണ് എത്തിയിരിക്കുന്നത്. ട്രൈബ്സാണ് അധികം, ട്രൈബ്സൊക്കെ ഉള്ളൊരു സംസ്ഥാനമാണത്. ക്വസ്റ്റ്യൻ നമ്പർ 13. ജനസംഖ്യാ വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും ഉയർന്നത്? എ ആദ്യം, ബി രണ്ടാമത്തെ, സി മൂന്നാമത്തെ, ഡി നാലാമത്തെ. In which stage of demographic transition is the population growth rate is highest? A first, B second, C third, D fourth. The right answer is second. ചോദ്യം 14. ഏറ്റവും കുറഞ്ഞ ജനനനിരക്കുള്ള സംസ്ഥാനം? എ പശ്ചിമ ബംഗാൾ, ബി കേരളം, സി കർണാടക, ഡി ആസാം. ക്വസ്റ്റ്യൻ നമ്പർ 14. The state with lowest birth rate is? Options: A വെസ്റ്റ് ബംഗാൾ, ബി കേരള, സി കർണാടക, ഡി ആസാം. ആൻസർ ഈസ് കേരള. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ ജനന നിരക്ക് ഉള്ളത്. കേരളം കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ ജനനനിരക്ക് എന്ന് പറയുന്നത് 15.2 15.2 അടുത്തത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിൻ്റെ ജനനനിരക്ക് എന്ന് പറയുന്നത് 6.2. കർണാടകയുടെ 7.1, ആസാം 8. ഇങ്ങനെയാണ് ജനനനിരക്ക് കാണിക്കുന്നത്. അപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ ജനനനിരക്കുള്ള സംസ്ഥാനം. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക്? ഓപ്ഷൻ എ 70.4, ബി 1.4, സി 74.4, ഡി 76.4. According to 2011 census, the literacy rate of India: A 70.4%, B 71.4%, C 74.4%, D 76.4. The right answer is 74.4%. Okay, thank you. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് എഴുതുക. ഏതെങ്കിലും ചോദ്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.